അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. ഏറ്റവും സ്നേഹമുള്ള ബഹുമാനമുള്ള ഈ വേദി നിയന്ത്രിക്കുന്നവരെ, വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധത്തെ എടത്തനാട്ടുകരയിലെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്നും അങ്ങാടിയിൽ നിന്നും ഓൺലൈനായുമൊക്കെ വീക്ഷിക്കുന്ന സഹോദരങ്ങളെ, ഈ വിഷയം ഇവിടെ ഉയർത്തപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ചും അതിന്ന് വരെ എത്തി നിൽക്കുന്ന അതിൻ്റെ ഈ ചർച്ചകളെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിവിടെ സംസാരിച്ചു വരുന്നത്. സ്വാഭാവികമായും നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസത്തിലേക്ക് പഠന പ്രക്രിയയുടെ ഭാഗമായി ഒരു പരിപാടി ആസൂത്രണം ചെയ്തു കൊണ്ടുവരുമ്പോൾ അത് ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന നിലക്ക് എല്ലാ ജനവിഭാഗങ്ങൾക്കും യോജിക്കാൻ കഴിയുന്നതാകണം എന്ന് നമ്മളിവിടെ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിലൊക്കെ നമ്മളതാണ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. സ്വാഭാവികമായും പുരോഗമിച്ച കാലത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നാണ് ചിലരെങ്കിലുമൊക്കെ നിഷ്കളങ്കമായും വേറെ ചിലർ അജണ്ട വെച്ചുമൊക്കെ ചോദിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലും ഡാൻസ് ചെയ്യരുത് എന്നൊക്കെ നിങ്ങൾ പറയുകയാണോ? 21-ാം നൂറ്റാണ്ടിലും മതം ഒരു വലിയ വിഷയമായി നിങ്ങൾ എടുക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. പുരോഗമിച്ച് കേരളം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ പുരോഗമിച്ച കേരളത്തിൽ വീണ്ടും ഇത്തരം ചർച്ചകൾ നിങ്ങൾ കൊണ്ടുവരല്ലേ എന്നൊക്കെയാണ് ചിലർ ഈ ചർച്ചയിൽ ഇടപെടുമ്പോൾ വളരെ ആത്മാർത്ഥമായി ഒക്കെ ചോദിക്കുന്നത് നമ്മൾ കേട്ടത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എത്രമാത്രം പുരോഗമനത്തിൻ്റെതാണ് എന്നൊരു പരിശോധന നമ്മൾ നടത്തണമല്ലോ. ഈ ഒരു ഘട്ടത്തിൽ സ്ക്രീനിൽ ചില വാർത്തകൾ കടന്നു വരും. നമ്മൾ എത്ര പുരോഗമിച്ചു എന്നതിൻ്റെ ചില അടയാളങ്ങളാണ് ആ വാർത്തകൾ നമുക്ക് കാണിച്ചു തരിക. മറ്റൊരു ജീവനെടുത്ത വാർത്തയിലേക്കാണ് ഇവിടെ മകൻ ഒരു അമ്മയുടെ ജീവനെടുത്തു. അതിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. മദ്യം കിട്ടാത്തതിനാൽ കുന്നംകുളത്ത് യുവാവ് ആത്മഹത്യ. ബിജുവുമായി ഇന്നലെ രാവിലെ മുതൽ വീടിന് പരിസരത്ത് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചില വാർത്തകളുണ്ടായി. തിരുവനന്തപുരം പെരുമാത്തൂരിൽ 17-കാരന്റെ മരണം അമിത അളവിൽ അമിതമായ ലഹരി ഗുളിക ഉപയോഗിച്ച് തുടർന്ന് വെള്ളി സ്വദേശി നഗരത്തിൽ ലോഡ്ജിൽ വെച്ച് കരിങ്കലത്താണിയിൽ ലഹരിയിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടെ യുവാവ് മരിച്ചു. കരിങ്കലത്താണിയിൽ സ്വദേശി നിസാമുദ്ദീനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ലഹരിക്കപ്പെട്ട ഇയാൾ പലരെയും ആക്രമിച്ചത്. ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. തുടർന്ന് മദ്യപിച്ച അബോധാവസ്ഥയിൽ യുവാവ് ഓടിച്ച സ്കൂട്ടർ മറ്റ് ഇഷ്ടംപോലെ കുട്ടികൾ അൺമാരിഡ് ആയിട്ട് ഇപ്പം അബോർഷന് വരുന്നുണ്ട്. പണ്ട് ഇതുപോലെ വളരെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെ മിന്നി മറിഞ്ഞു പോയത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്. മകനെ വെട്ടിക്കൊല്ലുന്നു, ഉമ്മയെ വെട്ടിക്കൊല്ലുന്നു, അച്ഛനെ വെട്ടിക്കൊല്ലുന്നു, മദ്യത്തിൻ്റെ ലഹരിയുടെ പുറത്ത് ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ, മക്കളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു, ഇങ്ങനെ തുടർന്നു പോകുന്ന വാർത്തകളാണ്. ഒരാളെ കൊല്ലുക എന്നതൊന്നും വാർത്തയേ അല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾ കൊല്ലപ്പെടുക എന്നതൊന്നും വാർത്തയേ അല്ല. ആ കൊല്ലപ്പെടുന്നത് ഉമ്മയായിരിക്കുമ്പോഴാണ് അതൊരു വാർത്തയായി മാറുന്നത് തന്നെ. ആ നിലക്കാണ് നമ്മുടെ ധാർമ്മികതയുള്ളത്. ഇനി വേറൊരു പുരോഗമിച്ച ധാർമ്മികത, നമ്മുടെ പുരോഗമിച്ച കേരളത്തിന്റെ വർത്തമാനം നമ്മളൊന്ന് കേട്ടു നോക്കൂ. ഒരു ഡോക്ടർ പറയുന്ന വർത്തമാനം. ഇഷ്ടംപോലെ കുട്ടികൾ അൺമാരിഡ് ആയിട്ട് ഇപ്പം അബോർഷന് വരുന്നുണ്ട്. പണ്ട് ഇതുപോലെയൊന്നും അല്ല. ഇപ്പം 18 വയസ്സ് 19 വയസ്സിലൊക്കെയാണ് അവർ അബോർഷന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ആസ് എ ഡോക്ടർ എനിക്കത് ഇല്ല, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് പ്രായപൂർത്തിയായ ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻസ് ആണെങ്കിലും കുറച്ചുകൂടെ നമ്മൾ അവയർനെസ്, അതായത് കോൺട്രസെപ്ഷനെ കുറിച്ചാണെങ്കിലും ഒരു ഡോക്ടറാണ് അവർ പറയുന്നത്. ഇഷ്ടം പോലെ കുട്ടികളാണ്, ധാരാളം കുട്ടികളാണ്, 18-19 ഒക്കെ വയസ്സുള്ള കുട്ടികൾ ഗർഭാവസ്ഥയിൽ വരികയാണ്. അവർ ഗർഭിണികളായി വരികയാണ്, വിവാഹം ചെയ്യിച്ചിട്ടില്ല. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ അവർ പ്രായപൂർത്തി എത്തി എന്നതുകൊണ്ട് അവരുടെ ആവശ്യത്തെ നിരാകരിക്കാൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ചെയ്തു കൊടുക്കേണ്ടി വരാൻ. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അബോർഷനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഗർഭാവസ്ഥയിലുള്ള കുട്ടിയെ വധിച്ചു കളയുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇഷ്ടം പോലെ കുട്ടികൾ വരുന്നു എന്ന് പറയാണ്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള എല്ലാ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇങ്ങനത്തെ ഒട്ടനേകം വാർത്തകൾ ദിനേന കേൾക്കുന്ന നമ്മൾ ഇപ്പോഴും പറയുകയാണ് നമ്മൾ പുരോഗമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കേരളത്തിനാണുള്ളത് എന്ന്. ശരി, നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു, നമ്മളെല്ലാവരും സമ്മതിക്കുന്ന കാര്യം ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് എന്നതിലൊരു തർക്കമില്ല. നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ ആളുകളുമായി ക്ഷണനേരം കൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റുന്ന അത്ര വിധത്തിൽ നമ്മുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ പുരോഗമിച്ചിട്ടുണ്ട്, അതിലൊരു തർക്കവുമില്ല. എന്നാൽ അതേസമയം
മനുഷ്യരുടെ മാനവികമായ മൂല്യങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പുരോഗമിക്കുകയാണോ, അതല്ല ഇസ്ലാമികമായ ഭാഷയിൽ പറഞ്ഞാൽ ജാഹിലിയത്തിലേക്ക് പോവുകയാണോ എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ധാർമ്മിക വിഷയങ്ങളിൽ പിന്നോട്ട് നടക്കുകയാണ്, ധാർമ്മിക വിഷയങ്ങളിൽ ജാഹിലിയത്തിലേക്ക് മടങ്ങുകയാണ് എന്നാണ് ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാവുക. പൊതുവെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന കാര്യമാണ് മതം എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണ്? ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഉമ്മയെ വധിക്കുന്ന ഒരാളുടെ ആ കാരണത്തിന്, അയാൾ ആ ചെയ്ത അധാർമിക പ്രവർത്തനത്തിൻ്റെ പിന്നിൽ മതമാണോ? അല്ല. മതം അയാൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മതപരമായി ജീവിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഈ കൊലപാതകത്തിൻ്റെയും ലഹരി ഉപയോഗത്തിൻ്റെയും കുറ്റവാളികളുടെയും ഒക്കെ അവരുടെ ഒക്കെ പ്രചോദന കാര്യം എന്താണ്? ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് മതമുണ്ടോ? ഇല്ല. അപ്പം മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നല്ല. എന്നിരുന്നാലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, മതം എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒന്നാണ്. അഥവാ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മതം ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ മതം എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ നിസ്കരിക്കാൻ, അവിടെയാണ് മതം. മതം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാം, നോമ്പ് നോക്കാം, ഖുർആൻ ഓതാം. എന്നാൽ ഒരാളുടെ വിവാഹത്തിലേക്ക് വരുമ്പോൾ അവിടെ മതം ഇടപെടാൻ പാടില്ല. ഒരാളുടെ വസ്ത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ മതം ഒരു വിഷയമാകാൻ പാടില്ല. ഒരാളുടെ മറ്റു വ്യവഹാരങ്ങളിലേക്ക്, നമ്മൾ ദിനേന ഇടപെടുന്ന സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയൊന്നും മതം പറയാൻ പാടില്ല എന്നത് രൂപപ്പെട്ടു വരുന്നതിൻ്റെ പിന്നിൽ ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. യൂറോപ്പിൽ നവോത്ഥാനം ആരംഭിക്കുന്ന കാലഘട്ടം നമ്മളൊക്കെ സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നവോത്ഥാനത്തിൻ്റെ, റിനൈസൻസിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ മതപണ്ഡിതന്മാരോടുള്ള എതിർപ്പാണ് അതിൻ്റെ മൂല കാരണങ്ങളിൽപ്പെട്ട ഒന്ന്. കാരണം അവിടുത്തെ ജനങ്ങളെ അന്യായമായി കൊണ്ട് അവരെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു മതനേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ പുരോഹിതന്മാരുണ്ടായിരുന്നു. അപ്പം അവർക്കെതിരെ നിങ്ങൾ മതമൊന്ന് അടക്കി വെക്കൂ എന്ന മുദ്രാവാക്യവുമായിട്ടാണ്, ഒരു കൗണ്ടറുമായിട്ടാണ് യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവിടെയുള്ളവർ നിങ്ങൾ മതത്തിൻ്റെ ചട്ടക്കൂടുകളൊക്കെ പിന്നെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ തന്നെ അക്കാലഘട്ടത്തിലെ ബുദ്ധിജീവികളായ ആളുകൾ അവരുള്ളാലെ പറഞ്ഞിരുന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം മതം അല്ലെങ്കിൽ ധാർമ്മികത അങ്ങനെയുള്ളൊരു സംസ്കാരമൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പിന്നെ അവിടെ ഉണ്ടാകൽ എന്തായിരിക്കും? അധാർമികതകളായിരിക്കും. കുടുംബം എന്ന വ്യവസ്ഥക്ക് പിന്നെ അവിടെ അർത്ഥമുണ്ടാവുകയില്ല. ഉത്തരവാദിത്തമുള്ള ആളുകൾ പിന്നെ ഉണ്ടാവുകയില്ല. കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണ്ണയിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. അത് മതമാണ്, അത് സംസ്കാരമാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റിയാലോ പിന്നെ അവിടെ അരാഷ്ട്രീയമായ വാദങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സർവതന്ത്ര സ്വതന്ത്രമായ ലൈംഗികതയുണ്ടാകും. അപ്പോഴാണ് ഫാദർലെസ് അമേരിക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ജനിക്കുന്ന കുട്ടികളുടെ പിതാക്കന്മാരാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അമേരിക്കയെക്കുറിച്ച് വിലാപകാവ്യങ്ങൾ എഴുതുന്നത് നമ്മൾ കേട്ടത്. ഇത് വലിയ നിലക്കുള്ള അസാൻമാർഗികമായ പ്രവർത്തനങ്ങൾ യൂറോപ്പിലുണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ വലിയ മുന്നോട്ട് പോയ രാജ്യങ്ങളെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഉണ്ടാക്കി. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്ന വിധത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ധാർമ്മികതയെ, സംസ്കാരത്തെ, മതത്തെ അടർത്തി മാറ്റുക എന്നത് നിർവഹിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ അവരിന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന നമ്മളിപ്പോൾ പുരോഗമനമെന്ന് പറയുന്ന പല കാര്യങ്ങളും അന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചവർ ഇന്ന് യൂട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേരളത്തിൽ വളരെ ആസൂത്രിതമായി ഇത്തരം കാര്യങ്ങൾ മതത്തിൻ്റെയും ധാർമ്മികതയുടെയും പരിസരത്ത് നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ പരിശ്രമിക്കുന്ന ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ ഉണ്ടാകുന്നത്. നോക്കൂ, ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ നമുക്കൊന്നും അത് അത്ര കണ്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നത് വായിച്ചെടുക്കാനോ പറ്റുന്നുണ്ടാകില്ല. എന്നാൽ നമ്മുടെയൊക്കെ മക്കൾ പോകുന്ന കലാലയങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് അവരുള്ള സ്ഥലങ്ങൾ നമ്മളൊന്ന് പോയി പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. അവിടെ പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങൾ, അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ, അവരോട് പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം, ഇതൊക്കെ എന്താണ് എന്ന് നമ്മുടെ ആളുകളിൽ ചില ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏത് നിലക്കാണ് നമ്മൾ കുട്ടികളെത്തുന്ന ക്യാമ്പസിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ബാക്കിലുള്ളത്. ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായും അവൻ്റെ രഹസ്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നോർമലൈസ് ചെയ്യുക, അഥവാ സാമാന്യവൽക്കരിക്കുക, അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കുക. എന്നിട്ടോ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ മാസ്റ്റർബേഷൻ ദിവസമുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്വയംഭോഗം ആഘോഷിക്കുന്ന ഒരു ദിവസം നമ്മുടെ കുട്ടികൾ പോകുന്ന കലാലയങ്ങളിലുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ
നടത്തിക്കൊണ്ടിരിക്കുന്ന, ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ലിബറലിസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ചുവരെഴുത്തുകളാണ്. ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. നോക്കൂ, ഇനി നമ്മുടെ കുട്ടികൾ അവർ ഇങ്ങനെ സ്വൈര്യമായി വിഹരിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ എന്താണ് കാലാവസ്ഥ, അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ കാണുന്ന സിനിമയിലൂടെ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? കഴിഞ്ഞ വർഷം പ്രത്യേകിച്ചും കഴിഞ്ഞ അധ്യയന വർഷം അധ്യാപകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഉത്തരവാദിത്വബോധമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കുമൊക്കെ തലവേദനയായി മാറിയ ഒന്ന് സ്കൂളുകളുടെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തല്ലുമാലകളാണ്. കുട്ടികൾ രണ്ട് ചേരിയിൽ തിരിഞ്ഞ് തല്ലുകൂടുക, എന്നിട്ട് ആ തല്ലുകൂടുന്ന ദൃശ്യങ്ങളെ വളരെ മനോഹരമായി പിടിച്ച് അത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ പുറത്തേക്കിടാൻ വേണ്ടി മാത്രം തല്ലുകൂടുക അല്ലേ? ഇങ്ങനത്തെ സംസ്കാരങ്ങൾ, ഈ ധാർമ്മികതയിൽ നിന്ന് സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അടർത്തി മാറ്റുന്ന കാര്യം ഓൾറെഡി നമ്മുടെ കുട്ടികൾ സിനിമയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് അനുകരിക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായും ഇതേ രൂപത്തിലുള്ള ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സർവതന്ത്ര സ്വതന്ത്രമായ ലിബറലിസത്തെ അടിച്ചു കയറ്റാനും അത് കുട്ടികൾക്കിടയിൽ ഇൻജക്റ്റ് ചെയ്യാനും ഇവിടെ പരിശ്രമങ്ങൾ ഉണ്ടായത്. വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചു പോയല്ലോ. ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം, അഥവാ ആണും പെണ്ണുമില്ല, മറിച്ച് അതിൽ ന്യൂട്രൽ. നമ്മളൊക്കെ വണ്ടി ഓട്ടുന്ന ആളുകളാണ്, ഗിയർ മാറ്റുമ്പോൾ നമ്മൾ ന്യൂട്രൽ ഉപയോഗിക്കലുണ്ട്. അഥവാ ഒന്നിലുമല്ല, രണ്ടിലുമല്ല, മൂന്നിലല്ല, റിവേഴ്സിലുമല്ല, ഒന്നിലുമല്ലാതെ നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ പദം, അതിൻ്റെ അർത്ഥം. എന്നതുപോലെ ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം നമ്മുടെ കുട്ടികൾ. അവരാണുമല്ല പെണ്ണുമല്ല, പിന്നെന്താകണം? ഇത് നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമങ്ങളുണ്ടായി. അതിനെ നമ്മൾ വളരെ കൃത്യമായി എതിർത്തു. നോക്കൂ, അന്ന് നമ്മൾ പറഞ്ഞു വെച്ചു, ഇത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ വസ്ത്രമിടുന്ന കേവലം ടെക്നിക്കലായ അത്തരം കാര്യങ്ങളിൽ നിൽക്കുന്നതല്ല. സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി പാൻ്റ് ഇടുന്നു എന്ന് ഒന്നിലല്ല ഈ വിഷയം നിൽക്കുക, മറിച്ച് ജെൻഡർ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന വ്യത്യസ്ത ഇനം വിഭാഗങ്ങളാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ. അപ്പോഴോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആണ് പെണ്ണായും പെണ്ണാണായും ഒക്കെ മാറും. അവിടെ നിൽക്കുമോ? ആണ് പെണ്ണും പെണ്ണ് ആണുമായി മാറുന്നിടത്ത് നിൽക്കോ? ഇല്ലല്ലോ. മറിച്ച് എന്ത് സംഭവിക്കും? ഇപ്പം മനുഷ്യനായി എനിക്ക് തോന്നാണ്, ഞാൻ ഈ നിൽക്കുന്ന നിൽപ്പിൽ എനിക്ക് തോന്നാണ് ഞാനൊരു പേപ്പട്ടിയാണെന്ന് പറഞ്ഞാൽ എടത്തനാട്ടുകരയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അംഗീകരിച്ചോളണമെന്നാണ്. ഇതിന് ശാസ്ത്രീയമായി എന്തെങ്കിലും പിൻബലമുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ പറയുന്ന കാര്യത്തെ എൻ്റെ മനസ്സോ മറ്റോ ഒക്കെ ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ച് പരീക്ഷിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പം മനുഷ്യരായി ജീവിക്കുന്നവർ ഞാനൊരു പട്ടിയാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം എന്നതാണ് ജെൻഡർ പൊളിറ്റിക്സ്. അതാണ് നമ്മുടെ കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന കവാടത്തിലൂടെ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അത് നമ്മൾ ആളുകളോട് പറഞ്ഞു ബോധവൽക്കരിച്ചു. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി, എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി ഈ വിഷയം ഏറ്റെടുത്തു. അതിവിടെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം നേരത്തെ ചാനൽ റൂമിൽ ഇരുന്ന ചില ആളുകളൊക്കെ പറഞ്ഞതുപോലെ വല്ലാത്ത ആശങ്ക തന്നെ എന്ന് സൂചിപ്പിച്ചു. എന്നാൽ നോക്കൂ, ഇതൊന്നും ഇന്നലെയും പിറ്റേന്നും അല്ലെങ്കിൽ ഇന്നലെയും മെനിഞ്ഞാന്നും കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടായി വരുന്ന ആശയധാരകളല്ല. ഇതൊക്കെ കൊണ്ടുവരികയും പരീക്ഷിക്കുകയും ചെയ്ത യൂറോപ്പിലെ മണ്ണുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഞാനൊരു ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാണ്, നോക്കൂ. മനുഷ്യന്മാരാണ് ആ ചിത്രത്തിൽ കാണുന്നതൊക്കെ മനുഷ്യന്മാരാണ്. റഹ്മാനായ റബ്ബ് ലോകത്തിന്റെ സ്രഷ്ടാവ് മനുഷ്യരായി സൃഷ്ടിച്ചവരാണ്. പക്ഷെ അവിടെ ഇരുന്ന് കൂക്കണത് എന്താണെന്നറിയാം? നമ്മൾ കുട്ടികളൊക്കെ ടൂർ പോകുമ്പോൾ ഒച്ച ഉണ്ടാക്കുന്നത് പോലെ കൂക്കല്ല, അവർ ബാധിക്കുകയാണ്. അവരുടെ മനസ്സും അവരുടെ ആലോചനയും ഒക്കെ ഒരു നായയെ പോലെ ആയതുകൊണ്ട് അവരുടെ രാജ്യത്തൊരു നായ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞ് മാർച്ചുകൾ നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ അവരെത്തി. ആ ഘട്ടത്തിലേക്കാണ്, അവിടേക്കാണ് നമ്മുടെ ആളുകളുടെ കുട്ടികളുടെ മനസ്സ് കൊണ്ടുപോകാൻ വേണ്ടി പാഠ്യപദ്ധതിയിലൂടെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന കവാടത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. ആ കാര്യം സമൂഹത്തിൽ വളരെ ഭംഗിയായി ചർച്ചക്കെടുത്തു. അപ്പോഴാണ് ഇവിടെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. ഈ കലങ്ങി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ലിബറലിസം അടിച്ചേൽപ്പിക്കാൻ പാഠ്യപദ്ധതിയിലൂടെ ശ്രമിക്കുമ്പോൾ ഒറ്റക്കെട്ടായി ഈ ഇരിക്കുന്ന നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന എടത്തനാട്ടുകരയിലെ എത്ര രക്ഷിതാക്കളാണ് നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയത്തിലെ സ്കൂളിൽ PTA മീറ്റിങ്ങിൽ ചെന്ന് ഇത് പാടില്ല എന്ന അഭിപ്രായം പറഞ്ഞത്. പക്ഷെ ആ അഭിപ്രായങ്ങളൊക്കെ എവിടെ? നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് നമ്മൾ ചോദിക്കുകയാണ്, ആ അഭിപ്രായങ്ങളൊക്കെ എവിടെ? അതൊക്കെ തമസ്കരിക്കപ്പെട്ടതുപോലെ ഈ ചർച്ചയും തമസ്കരിക്കപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുവരാൻ. പിന്നെ സൂംബ ഡാൻസ് വിദ്യാർത്ഥികൾ കളിക്കട്ടെ എന്ന് തീരുമാനിച്ച ഒന്നാമത്തെ ഡേറ്റ് മുതൽ
ഇതിനെ എതിർക്കാനും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ആളുകളെ ബോധ്യപ്പെടുത്താനും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുരോഗമനം, നമ്മൾ മനസ്സിലാക്കണം, സോക്കോൾഡ് പുരോഗമന കേരളത്തിലേക്കാണ് കുട്ടികളെ സൂംബ കളിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഏതാ സാഹചര്യം? കഴിഞ്ഞ അധ്യയന വർഷം നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. അധ്യയന വർഷം അവസാനിക്കുമ്പോൾ ഇന്ന് വരെ കേരളത്തിൽ ആർക്കും പരിചയമില്ലാത്ത വിധം 10ാം ക്ലാസ് പൊതുപരീക്ഷ കഴിഞ്ഞ് പോകുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ നേരിട്ട് വാഹനവുമായി വരുന്ന അവസ്ഥ. സ്കൂൾ അധ്യാപകർ, സ്കൂളിലെ പ്രധാന അധ്യാപകർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് ഒരു വണ്ടി പോലീസിനെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് കാവൽ നിർത്തുന്ന അവസ്ഥ. എന്താണ് ആ അവസ്ഥയിലേക്ക് എത്തിച്ചത്? കുട്ടികൾക്കിടയിൽ മാരകമായി വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം, കുറ്റകൃത്യങ്ങളുടെ വർധനവ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത അധ്യയന വർഷമാണ് കഴിഞ്ഞ വർഷം. ഷഹബാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരൻ, അവൻ്റെ റിസൾട്ട് 10ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷ റിസൾട്ട് പുറത്തു വന്ന സമയത്ത് നമ്മളത് വേദനയോടുകൂടെ കണ്ടതാണ്. ഒരു ഷഹബാസ് എന്ന് പറയുന്ന താമരശ്ശേരിക്ക് അടുത്തുള്ള കോഴിക്കോടുള്ള ഒരു വിദ്യാർത്ഥി, അവൻ്റെ മാർക്ക് ഷീറ്റിൽ ഒരൊറ്റ പരീക്ഷ മാത്രം അവൻ എഴുതിയിട്ടുള്ളൂ, ബാക്കി എഴുതാൻ അവൻ ഈ ഭൂമുഖത്തില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു എല്ലാ നിയന്ത്രണം വിട്ടുപോയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കുട്ടികളെ സൂംബ കളിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ, അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തിയത്. അപ്പോൾ എന്താണ് വാദം? ഇവിടെ വാദം കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നുണ്ട്, അത് സത്യമാണ്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലുമുള്ള കുട്ടികൾ രാസലഹരിക്ക് അടിമപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ കാരണം എന്താണ് എന്നെടുത്ത് ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന കാരണം കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കമുണ്ട് എന്നാണ്, സ്ട്രെസ് ഉണ്ട് എന്നതാണ്. അപ്പോൾ ഈ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് കുട്ടികളെ ഉല്ലാസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ദിവസവും സ്കൂൾ വിട്ടു പോകുന്നതിൻ്റെ 15 മിനിറ്റ് മുമ്പ് കുട്ടികൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കട്ടെ എന്നതാണ് ഒരു പരിഹാര മാർഗമായി കൊണ്ടുവന്നത്. ഇവിടെ സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കണമല്ലോ, നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഈ ലഹരി ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം ഇന്ന് നമ്മളൊക്കെ വായിച്ച വാർത്തയുണ്ട്, 2016 കേരളത്തിൽ 29 ബാറുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ 2025 ആകുമ്പോഴേക്കും 854 ബാറുകൾ. എത്ര 10 മടങ്ങ് വർദ്ധിച്ചു എന്നൊന്ന് നമ്മൾ നോക്കണം. മാത്രമല്ല, ഇവിടെ കുട്ടികൾ ലഹരിയിലേക്ക് എത്താനുള്ള മൂലകാരണത്തെക്കുറിച്ച് പറയാൻ കുട്ടികളുടെ പിരിമുറുക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പിരിമുറുക്കം മാറാൻ എന്താക്കണം? പിരിമുറുക്കം കാരണമാണ് കുട്ടികൾ ലഹരിയിലേക്ക് എത്തുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ നോക്കൂ, കൊച്ചിയിലെ ടെക്നോ പാർക്കിൽ മദ്യം വിളമ്പാൻ വേണ്ടി ഒരു ആലോചന നമ്മുടെ സർക്കാർ നടത്തി. ടെക്നോ പാർക്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റത്തിൻ്റെ മുന്നിലിരുന്ന് പണിയെടുക്കുന്നവർ സ്വാഭാവികമായും അവരനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കുണ്ട്. ആ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് അവർക്ക് ഒരു സമാധാനം കിട്ടാൻ മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ മാർഗം പുതിയ ബാറുകൾ അതിൻ്റെ ഉള്ളിൽ തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വൈരുദ്ധ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് കുട്ടികൾക്കുണ്ടാകാനുള്ള, കുട്ടികൾ ലഹരിയിലേക്ക് എത്താനുള്ള മാർഗം അത് മാനസിക പിരിമുറുക്കാണെന്ന് പറയാം. വേറൊരു ഭാഗത്തോ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ലഹരിയാണ് മാർഗം എന്ന് പറയുക. ഇവിടെയാണ് ആകെ മൊത്തം ലഹരിയെ നേരിടുന്നിടത്ത് നമുക്ക് കാതലായ പിഴവുകൾ, ചുവടുകൾ പിഴച്ചിട്ടുണ്ട് എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആസൂത്രണത്തിലും കാരണങ്ങൾ കണ്ടെത്തുന്നിടത്തുമൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടികൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, ഈ നാട്ടിൽ വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളില്ലേ, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എന്താണ് മാനസിക പിരിമുറുക്കം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പോകുന്ന കുട്ടിക്ക് എന്താണ് മാനസിക പിരിമുറുക്കം? അല്ല, അവർക്ക് എന്താണ് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട പ്രയാസം ഉണ്ടാകുന്നത്? ഇനി ലഹരിയുടെ അടിമയായിട്ടുള്ള, രാസലഹരിയുടെ അടിമയായിട്ടുള്ള കഞ്ചാവും MDMAയും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു കേസ് സ്റ്റഡി നമുക്കുണ്ടോ? കേരളത്തിൽ ഇത്ര വിദ്യാർത്ഥികൾ രാസലഹരിക്ക് അടിമപ്പെട്ടു പോയതിൽ ഇത്ര വിദ്യാർത്ഥികളാണ് മാനസിക പിരിമുറുക്കത്തിലൂടെ അതിലേക്ക് എത്തിയത് എന്ന വല്ല പഠനവുമുണ്ടോ? അതൊന്നുമില്ല. ഇത് ഭയങ്കരമായ കോൺസ്പിറൻസി തിയറിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ നമ്മുടെ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ മൂലമായ കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും നിലക്ക് സ്ട്രെസ്സോ പഠനത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രയാസങ്ങളോ അല്ല. ഭൂരിഭാഗം വരുന്ന കുട്ടികളും ലഹരിയിലേക്ക് എത്താനുള്ള കാരണം മറിച്ചോ ലഹരിയിലേക്ക് അവരെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില സവിശേഷമായ അവസ്ഥകളുണ്ട്. സന്തോഷത്തോടുകൂടെ നിൽക്കാൻ നമ്മളതിന് പ്ലഷർ സീക്കിംഗ് ഒക്കെ സാധാരണ പറയാറുണ്ട്. എപ്പോഴും ഇങ്ങനെ ജില്ലായി നിൽക്കണം എന്ന് കുട്ടികളെ ഭാഷയിൽ പറയും. ഇങ്ങനെ ആർമാദിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിൽക്കണം, ആഹ്ലാദിക്കാനും ആർമാദിക്കാനും പറ്റുന്ന ഉണർവിൽ അങ്ങനെ നിൽക്കണം. അങ്ങനെ നിൽക്കാൻ, അവരുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ
ഇതിനു വേണ്ടിയാണ് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്. ഇനി നോക്കൂ, വേറൊരു പ്രധാനപ്പെട്ട കാരണം, ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കേരളത്തിൽ രാസലഹരി അടക്കമുള്ള ലഹരികൾ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? പ്രത്യേകിച്ചും കൗമാരക്കാരും യൗവനത്തിലുമുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ലഹരി കിട്ടുന്നതിൻ്റെ പ്രധാന സ്രോതസ് എവിടെയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ രംഗത്ത് ഒരു മിനിറ്റെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് കണ്ണടച്ചു പറയാം. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെറ്റുപെരുകി വളർന്നുകൊണ്ടേയിരിക്കുന്ന നിശാസന്ധ്യകളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് നമ്മളൊരു കണ്ടുപിടുത്തമൊന്നുമല്ല. നോക്കൂ, നമ്മുടെ നാട്ടിലെ എക്സൈസ് വകുപ്പ് കുറച്ച് മുമ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നമുക്കത് സ്ക്രീനിൽ കാണാൻ പറ്റും. പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടുവിച്ച ഒരു എക്സൈസ് വകുപ്പിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. എന്താ ഉത്തരവ്? DJ പാർട്ടികളുടെ വിവരം എക്സൈസ് വകുപ്പിനെ മുൻകൂട്ടി അറിയിക്കണം. എന്തിനാ എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നത്? DJ പാർട്ടിയിൽ സാധാരണ നിലക്ക് DJ പാർട്ടി എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ നടത്തുന്ന സന്ധ്യയാണല്ലോ. പാട്ട് വലിയ ഒച്ചത്തിൽ പാട്ട് വെക്കുന്നു. ഇപ്പൊ കേരളത്തിൽ അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് റാപ്പർമാർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അവർ കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ എന്താ? പ്രത്യക്ഷത്തിൽ വലിയ സ്പീക്കറും മൈക്കും ഒക്കെ കൊണ്ടുവരും. ഈ മൈക്കും സ്പീക്കറും ഒക്കെ കൊണ്ടുവരുന്നതിന് എന്തിനാണ് എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നത്? എക്സൈസ് വകുപ്പിനെ അറിയിക്കേണ്ടതിൻ്റെ കാര്യം, ഏറ്റവും കൂടുതൽ രാസലഹരി വിറ്റഴിക്കപ്പെടുന്ന കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഇതിനടിമപ്പെടുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഈ DJ പാർട്ടികളാണ്, നിശാസന്ധികളാണ്. എന്തിനാണ് അത് അവിടെ ഉപയോഗിക്കുന്നത്? 6-4 മണിക്കൂറുകൾ എല്ലാം മറന്ന് ഉന്മാദത്തോടുകൂടെ തുള്ളിച്ചാടി കളിക്കാനുള്ള ആവേശവും ആരോഗ്യവും അവർക്ക് പകർന്നു നൽകാൻ ഇത്തരം രാസലഹരികൾക്കേ സാധിക്കൂ. സാധാരണ ഭക്ഷണം കഴിച്ച് പോയി നിൽക്കുന്ന ആളുകൾക്ക് ഈ ആവേശത്തോടുകൂടെ 4 മണിക്കൂർ തുള്ളിക്കളിക്കാൻ കഴിയില്ല. ഒരു ക്ഷീണവും ഒരു സങ്കടവും ഇല്ലാതെ എല്ലാം മതിമറന്ന് ഉന്മാദത്തോടുകൂടെ ആഹ്ലാദിച്ച് തുള്ളിമറിയാൻ ഈ സംഗതി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ കേന്ദ്രങ്ങളിൽ ഇത് വിപണന കേന്ദ്രമായി മാറുന്നത്. അത് നമ്മുടെ സർക്കാർ തന്നെ അംഗീകരിക്കുകയും നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും ഉണ്ടാകുന്ന വൈരുദ്ധ്യം നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞ് ചില സ്ഥലത്തൊക്കെ നടത്തുന്നത് എന്താണ്? നിശാസന്ധ്യകളാണ്. ലഹരിക്കെതിരെ നാടൊന്നിക്കണം. അപ്പോൾ ആളുകളൊക്കെ കൂടി ചിന്തിക്കുകയാണ്, അപ്പോൾ എന്തൊക്കെ നടത്താൻ പറ്റുമെന്നടുത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ എടത്തനാട്ടുകര പ്രദേശത്ത് മാതൃകാപരമായി വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കൊക്കെ അവരുടെ ആരോഗ്യക്ഷമത വർദ്ധിപ്പിക്കാൻ, ഇതിലേക്ക് പോകാതെ വളരെ ഉന്മേഷത്തോടുകൂടെ നിൽക്കാൻ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഇന്നലെ നടത്തി ഇവിടുത്തെ ഒരു പരിപാടിയിൽ പറഞ്ഞത് കേട്ടിരുന്നു. അതൊക്കെയാണല്ലോ ക്രിയേറ്റീവായി നമ്മൾ ക്രിയാത്മകമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്നാൽ ചില ക്ലബ്ബുകളൊക്കെ ആലോചിക്കുന്നത് തന്നെ എന്താണ്? നിശാ പാർട്ടികൾ നടത്താനാണ്. രാത്രി സമയത്തെ ഗാനമേളകൾ നടത്തുക, അതിന് നാട്ടിൽ ലഭ്യമായ ഏറ്റവും മുന്തിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരിക, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ റീച്ചുള്ള ആളുകളെ കൊണ്ടുവരിക, അവരെ കാണാൻ, അവർ പാടുന്നത് കേൾക്കാൻ, അവരുടെ കൂടെ നിന്ന് പാടാനും ഉല്ലസിക്കാനും ഇസ്ലാമികപരമായ എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തി ആണും പെണ്ണുമൊക്കെ ആ സദസ്സിലേക്ക് കയറി വന്ന് രാത്രി അന്ത്യോളം നിന്ന് പാടുക. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ DJ പാർട്ടികളാണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ ഏറ്റവും വലിയ വിളവ് കേന്ദ്രമെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന ധാർമ്മിക പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന കേരളത്തിൽ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന രാസലഹരിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഈ രാത്രികളിൽ നടക്കുന്ന നിശാസന്ധി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ഇതിനൊക്കെ പരിഹാരമായി പാട്ട് വെച്ച് ഡാൻസ് കളിക്കലാണ് വേണ്ടത് എന്ന് ഒരു വാദവും എന്നൊരു സർക്കുലറുമൊക്കെ വരുന്ന അവസ്ഥയുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു, കുട്ടികൾക്കിടയിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്ന ഒരാഘോഷത്വരയുണ്ട്. നോക്കൂ, സ്കൂളുകളിൽ നടക്കുന്ന ചില ചിത്രങ്ങളൊക്കെ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അനങ്ങിയാൽ നടക്കുന്നത് ഇത്തരം പരിപാടികളാണ്. ഏത് സ്കൂളുകളിൽ? പ്രൈവറ്റ് സ്കൂളുകളിൽ മാത്രമല്ല, പൊതുവിദ്യാഭ്യാസങ്ങളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ നടക്കുന്ന കാര്യമാണിത്. എന്നിട്ട് ഒരു പ്രദേശത്ത് 2 സ്കൂളുകൾ ഉണ്ടായാൽ 2 സ്കൂളുകളുണ്ട്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ അവിടെ വന്നതിനേക്കാൾ മുന്തിയ റീച്ചുള്ള, മുന്തിയ പണം കൊടുത്ത് മുന്തിയ നിലക്ക് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരാൻ തീരുമാനിക്കുക. എന്നിട്ടോ സ്കൂളിലെ തുടക്കത്തിൻ്റെ ഫ്രഷേഴ്സ് പാർട്ടി, തുടക്കത്തിൻ്റെ ദിവസം പാട്ടാണ്, അവസാനിക്കുന്ന ദിവസം പാട്ടാണ്, ഓണത്തിന് പാട്ടാണ്, ക്രിസ്മസിന് പാട്ടാണ്, എല്ലാ വിധത്തിലുമുള്ള ആഘോഷങ്ങൾക്കും ചേരുവ എന്താണ്? ഈ DJ പാർട്ടികളാണ്. ഇതിൻ്റെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന് ലഹരി ഉപയോഗിച്ചാൽ എത്താൻ പറ്റുന്ന ഉന്മാദത്തിലേക്ക് എത്തിക്കാൻ ഈ ഡാൻസ് പരിപാടികൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ
ഷഹബാസ് എന്ന് പറയുന്ന താമരശ്ശേരിയിലെ കുട്ടിയെ ഈ വിദ്യാഭ്യാസ കേരളത്തിന് നഷ്ടപ്പെട്ടു പോയത് നമ്മളിലെ വളർന്നു വരുന്ന ഒരു ഇളതലമുറക്കാരനെ ഒരു കൊലപാതകത്തിനിരയായി അവൻ്റെ തന്നെ സഹപാഠികൾ അവനെ കത്തിക്കിരയാക്കിയതിൻ്റെ കാരണം എന്താ? ഇതുപോലൊരു DJ പാർട്ടിയായിരുന്നു. ട്യൂഷൻ സെന്ററിൽ സംഘടിപ്പിക്കപ്പെട്ട് DJ പാർട്ടിയിൽ ഉണ്ടായ കലഹങ്ങളാണ് പിന്നീട് അവനെ കൊലപാതകത്തിനിരയാക്കുന്നിടത്തേക്ക് എത്തിച്ചേർത്തത്. ഇങ്ങനെ ജീവിക്കുന്ന അപകടകരമായ അധാർമിക പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകുമ്പോൾ അതിൻ്റെ കേന്ദ്രം ഇത്തരത്തിലുള്ള ആഘോഷത്വരയുള്ള കുട്ടികളാകുമ്പോൾ ആ ആഘോഷത്വരയോടുകൂടെ കുട്ടികൾ ന്യൂ ഇയർ അടക്കമുള്ള കാര്യങ്ങൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇനി ലഹരിയിലേക്ക് എത്തുന്ന കുട്ടികളെ പ്രതിരോധിക്കാൻ നമ്മൾ എന്താണ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? സ്കൂളിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അധ്യാപകരും കുട്ടികളും എല്ലാവരും അണിനിരന്ന് വീണ്ടും ഇതുപോലെ പാട്ടിട്ട് കളിക്കണമെന്നതാണ്. എന്താ അതിൻ്റെ പരിണിത ഫലം ഉണ്ടാവുക? കുട്ടി സ്വാഭാവികമായും ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുകയില്ല, മറിച്ച് എന്താക്കും? ഈ സൂംബ ഡാൻസിൽ നിന്ന് പഠിക്കുന്ന ഈ സൂംബ ഡാൻസിൻ്റെ സംസ്കാരം പഠിക്കുന്ന കുട്ടി സ്കൂൾ കഴിഞ്ഞാൽ ക്യാമ്പസിലേക്ക് എത്തിയാൽ അവിടെയുള്ള DJ പാർട്ടികളിൽ ഉണ്ടാകും. അത് പോരാതെ വരുമ്പോൾ തൊട്ടടുത്ത കൺസേർട്ടുകളിൽ ഉണ്ടാകും. ആ കൺസേർട്ടുകളിൽ ഒരു മണിക്കൂർ ഉന്മാദത്തോടുകൂടെ ആഘോഷിച്ച് ഉല്ലസിച്ച് തുള്ളാൻ കഴിയാതെ വരുമ്പോൾ രാസലഹരിയിലേക്ക് എത്തും. ഇതാണ് ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത ഇതാണ്. അപ്പം ഇതിനെ മൂടി വെച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും നിലക്ക് തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങളല്ല നടത്തേണ്ടത് എന്നാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ സംസ്കാരം വിദ്യാർത്ഥികളെ അധാർമികതയുടെ പശ്ചാത്തലത്തിലേക്ക് എത്തുമെന്ന് മാത്രമല്ല, അവർക്കുള്ളിലുള്ള ഇത്തരത്തിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ മാത്രമേ സ്കൂളുകളിൽ നിന്ന് ഇത്തരമൊരു പ്രാക്ടീസ് നടത്തുന്നതിലൂടെ അത് ഫലം ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലോ അല്ലെങ്കിൽ അവരിടപെടുന്ന സ്ഥലത്തോ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. നോക്കൂ, ഇത് പതുക്കെ എത്തി നമ്മുടെയൊക്കെ ചുറ്റുപാടിലുമുള്ള എല്ലാ സ്ഥലത്തും ഇപ്പം ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ അവസ്ഥ. ഒരു കല്യാണമാണെങ്കിലും ഇനി ഇതിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ത്വര എത്തി നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും ഈ രൂപത്തിൽ സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആഘോഷത്തിൻ്റെ പിന്നാലെയാണ് നമ്മളൊക്കെ പോവുക. കല്യാണത്തിൻ്റെ ദിവസം നോക്കൂ, ആ കല്യാണത്തിൻ്റെ ദിവസം ആഘോഷിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടിയിരുന്ന് പാട്ട് പാടുന്നിടത്ത് അവസാനിക്കാണോ? ഇല്ല. ആ കല്യാണത്തിൻ്റെ ദിവസത്തിൽ പൊടിക്കുന്ന ആഘോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോന്നും എടുത്തു നോക്കിക്കോളൂ. ഇവിടെ കമ്പോള താല്പര്യത്തിൽ ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഇതിനു വേണ്ടി കൊണ്ടുവരുന്നത്. അതിൽ പുതിയ പെണ്ണിനെ ആനയിച്ച് കൊണ്ടുവരുന്നതായാലും അവരുപയോഗിക്കുന്ന കോസ്മെറ്റിക് ഉപകരണങ്ങളായാലും മേത്ത് തേൽക്കുന്ന ചായങ്ങളായാലും ഇങ്ങനെ എല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നിങ്ങൾ ആലോചിച്ചു, നമ്മളിങ്ങനെ കുടുംബക്കാർ കൂടിയിരുന്ന് നമ്മുടെ കൂട്ടത്തിൽ നല്ല പാട്ടാടാൻ പറ്റുന്ന ഒരുത്തനുണ്ട്, എന്നാൽ ഓനൊന്ന് പാടട്ടെ എന്ന് തീരുമാനിക്കാണോ? അല്ല. ഇതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? ഇത് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രിസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ രംഗങ്ങളുണ്ട്. അതങ്ങനെ തന്നെ എടുത്ത് നമ്മുടെ കുടുംബത്തിൻ്റെയും വീട്ടിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ വിന്യസിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ അപകടം എന്താ? സ്വാഭാവികമായും ഇത് പതുക്കെ എത്തുന്നത് ഇതിൻ്റെ ഒക്കെ പ്രഭവ കേന്ദ്രം ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം അസാൻമാർഗിക പ്രവർത്തനത്തിനെതിരെ, രാസലഹരി വിദ്യാർത്ഥികൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതിനെതിരെ, അതിലേക്ക് കുട്ടികൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത് തടുക്കണമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് നിസ്വാർത്ഥമായി ചിന്തിക്കുന്നവരോട് നമ്മൾ പറയുന്നത്, അതിനെ തടയിടാൻ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ആഘോഷത്തിന്റെ കൾച്ചറുകളുടെ അതിൻ്റെ പിന്നാമ്പുറത്തെക്കുറിച്ച് നന്നായി പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം ഇതാണ് രാസലഹരികളുടെ വാതിൽ തുറന്നു വെക്കുന്ന കവാടം, അത് കയറി വരുന്ന കവാടം എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മാറ്റി നിർത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരിസരത്ത് എത്തിച്ചെത്തിച്ച് നോക്കൂ. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്വഭാവമുണ്ട്, വിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു സ്വഭാവമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയതുപോലെ ചെയ്തോ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അമ്പിയാക്കൾക്ക് അവരുടെ നുബുവത്തിൻ്റെ പാഠങ്ങൾ നൽകപ്പെട്ടതിൽ ഏറ്റവും ആദ്യം നൽകപ്പെട്ട കാര്യമാണ് ലജ്ജ എന്ന് പറയുന്നത്. ആ ലജ്ജയെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗത്തു നിന്ന് തന്നെ അടർത്തി മാറ്റിക്കളഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ചിലർ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള കമ്പോള താല്പര്യങ്ങൾക്ക് വേണ്ടി, കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർ ഇവിടെ ഉണ്ടാക്കി തീർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലിബറൽ ലോക പരിസരത്തേക്ക് നമ്മളും പതുക്കെ മാറുകയാണ്. നമുക്കിപ്പോൾ ഒന്നും പ്രശ്നമില്ലാതാകാണ്. വസ്ത്രം നമുക്ക് പ്രശ്നമല്ല,
സ്വഭാവവും നമുക്ക് പ്രശ്നമല്ല, കെട്ടിയൊരുങ്ങുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല, ആണും പെണ്ണും കൂടിക്കലരുന്നതും പ്രശ്നമല്ല. ഇങ്ങനെ മര്യാദകളൊക്കെ കാറ്റിൽ പറത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇത്തരത്തിൽ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ ദീന് നമുക്ക് പകർന്നു നൽകുന്ന, വിശേഷിച്ചും ഇസ്ലാം നമുക്ക് പകർന്നു നൽകുന്ന ഒരു ഹയായിൻ്റെ വശമുണ്ട്, ഒരു ലജ്ജയുടെ വശമുണ്ട്. ആ ലജ്ജയുടെ വശത്തെ നമ്മളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഊരിമാറ്റി കഴിഞ്ഞാൽ എല്ലാവിധത്തിലുമുള്ള തോന്നിവാസങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുക എളുപ്പമായിരിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതേതെങ്കിലും ഒരു കുട്ടി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു സ്കൂളിൽ കളിക്കുന്ന കളിയേ അല്ല ഇത്. നോക്കൂ, കേരളത്തിൽ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഈ ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ജൂണിലോ ഒന്നും വന്നതല്ല. കഴിഞ്ഞൊരു 10 കാലമായി നമ്മുടെയൊക്കെ നാട്ടിലുള്ള എക്സസൈസ് ജിമ്മ് കേന്ദ്രങ്ങളിലൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നൊന്നും ഇതിന് പ്രശ്നമാക്കിയിട്ടില്ലാത്തവർ ഇപ്പോൾ എന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഇത് പാഠ്യപദ്ധതിയായി സാമാന്യവൽക്കരിച്ച് നമ്മുടെയൊക്കെ വിദ്യാർത്ഥികൾ പോകുന്ന പൊതുവിദ്യാഭ്യാസ ഇടങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ ഉണ്ടാകാൻ പോകുന്ന വിപത്ത് ചെറുതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരുമ്പോൾ എന്താണോ നമ്മൾ ആശങ്കപ്പെട്ടത്, അതിലേക്ക് പിന്നീട് പതുക്കെ പതുക്കെ കേരളം പോയിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ഇത് നടപ്പിലാക്കിയെടുത്ത് കൊണ്ടുവന്നെടുത്ത് കേരളത്തിനപ്പുറത്തുള്ള ഒരു ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെ ക്ലോസ് വാച്ച് ചെയ്യുന്നവർക്ക്, എന്ത് സംഭവിക്കുന്നു എന്നതിനെ നിരീക്ഷിക്കുന്നവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഒരു ആദർശം എന്ന് പറയുന്നത് അത് കേവലം മുസ്ലിമിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മതം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ നിസ്കാരവും അവിടുത്തെ ഖുർആനോത്തും മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വേഷത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സൗഹൃദത്തിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ, മുച്ചൂടും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും മതം നമുക്ക് അധ്യാപനങ്ങൾ നൽകുന്നുണ്ട്. മതം നമുക്ക് ചില കാര്യങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്, ചിലതുണ്ടാകരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതെന്തിനാണ്? അത് ആത്യന്തികമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തെ നേടിയെടുക്കാനുള്ളതാണ്. അതിനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ലിബറൽ ഫാസിസത്തിനെതിരെ ആദർശപരമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മളുള്ള ഇടങ്ങളിൽ നേരിടാൻ ഇത് കേൾക്കുന്ന യുവാക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.